ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ഞങ്ങളുടെ ഫാമിലി ടെമ്പിൾ. ഇവിടെ വനദുർഗയാണ് മെയിൻ പ്രതിഷ്ഠ. അതുകൂടാതെ ശാസ്താവും ബ്രഹ്മരക്ഷസും ഒക്കെ ഉണ്ട്. അപ്പം ഒരു ദിവസം ഞങ്ങൾ ജസ്റ്റ് പാറുക്കുട്ടിയെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു എന്നല്ലാതെ ഇന്നാണൊന്ന് പ്രോപ്പറായിട്ട് തൊഴുവിക്കാൻ കൊണ്ടുപോകണത്. ഞങ്ങൾ 6 മാസം കഴിയാതെ കുഞ്ഞുവാളെ അമ്പലത്തിൽ കയറ്റാറില്ല. ചോറൂണ് കഴിഞ്ഞിട്ടൊക്കെയാണ് കയറ്റാറ്. അപ്പോൾ ഇത് ബാംഗ്ലൂരേക്ക് തിരിച്ച് പോകുന്നതിന് മുമ്പ് അവളുടെ ചോറൂണ് നടത്തി. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അവളെ കൊണ്ടുപോയി ഒന്ന് തൊഴിയിക്കാമെന്ന് വിചാരിച്ചേക്കുമായിരുന്നു. നല്ല കൊതുകും മഴയൊക്കെ ആയത് കാരണം അങ്ങനെ കാവിലേക്ക് അവളെ കൊച്ചിനെ കൊണ്ട് അങ്ങനെ പോകാറില്ല. അപ്പോൾ ഇത് പോരണതിന് തൊട്ട് മുമ്പ് ഒന്ന് അവളെ കൊണ്ടുപോയി തൊഴിയിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുപോകണതാണ്. ഹരിതാവും പച്ചപ്പും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് തന്നെ ഇങ്ങനെ അത്ഭുത കണ്ണോടെ ഇങ്ങനെ അവൾ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. പിന്നെ ഇനി ബാംഗ്ലൂർ പോയാലും നമ്മുടെ പോലത്തെ അമ്പലങ്ങളൊക്കെ നമ്മൾ കുറേ അന്വേഷിച്ചാലേ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെ ചുറ്റുപാടും മരങ്ങളൊന്നും ഉള്ള അമ്പലങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. പിന്നെ കണ്ടോ, ഓൺ ഡ്യൂട്ടി ഞാൻ കൊതുക് ബാറ്റും കൊണ്ടാണ് പോയത് തന്നെ. എവിടെന്നെങ്കിലുമൊക്കെ ഒരു കൊതുകുണ്ടെങ്കിൽ അതിങ്ങനെ തിരഞ്ഞു പിടിച്ച് കുഞ്ഞപ്പൻ്റെ പുറകെ വരും. അപ്പോൾ അത് കാരണം ഞാൻ ബാറ്റും പിടിച്ച് ഗാർഡ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവിടെ ഇവിടെയൊക്കെ കൊതുകുകളൊക്കെ കണ്ടപ്പോൾ അതിനൊക്കെ കൊന്നുകൊണ്ടൊക്കെ. പിന്നെ വിളക്ക് ഞങ്ങളുടെ ഒരു വീക്ക്നെസ്സാണ് ഗൈസ്. വീട്ടിലിവിടെ ബാംഗ്ലൂരാണെങ്കിലും വിളക്ക് കണ്ട അപ്പം അവൾ തുടങ്ങും ഹൂ 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 എന്നും പറഞ്ഞ് വിളക്ക് കത്തിക്കാൻ വേണ്ടി. അപ്പോൾ ഇനി എന്നാ ഇങ്ങനെ അവൾക്ക് കാവൊക്കെ കാണാൻ പറ്റുകയെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാ. അവൾക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇരുന്നു. പിന്നെ അധികം നേരം ഞങ്ങൾ നിന്നില്ല, കാരണം അപ്പോഴേക്കും കൊതുക് ആർക്കാൻ തുടങ്ങി. അപ്പോൾ ചുറ്റുവിളക്ക് ജസ്റ്റ് വച്ച് ഒന്ന് തൊഴിച്ച് അപ്പം തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഈ കാവുകളൊക്കെ എന്താ അന്യം നിന്ന് പോകുന്ന കാഴ്ചകളാണ്. അടുത്ത ജനറേഷനൊക്കെ കാവുകൾ എന്താണെന്ന് തന്നെ അറിയുമോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. അപ്പം മാക്സിമം പറ്റുന്ന ടൈമിലൊക്കെ ഇതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊച്ചിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കണേ. കാവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണമല്ലോ. ഇല്ലെങ്കിൽ ഈ ബുക്കുകളിലും സിനിമകളിലും മാത്രം ഒതുങ്ങി തീരും. അപ്പോഴും എന്താ സംഭവം എന്നൊന്നും പിള്ളേർക്ക് മനസ്സിലാവില്ലല്ലോ. അങ്ങനെ കാവിൽ വന്നു, ഒന്ന് തൊഴുതു. എപ്പോൾ വരുമ്പോഴും ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് കയറാവുന്ന സമയമാണെങ്കിലും ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം പോകാൻ നോക്കാറുണ്ട്. പക്ഷേ ഇപ്പം മഴയൊക്കെ ആയത് കാരണം അങ്ങനെ പറ്റാറില്ല. നാട്ടിലോട്ട് വരവും കുറവാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. കെട്ടുനിറയൊക്കെ ഉള്ളപ്പോഴാണെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ കാവിൽ നിന്ന് തന്നെയാണ് നിറച്ച് പോവാറ്. വേറെ അമ്പലത്തിൽ നിന്നൊന്നും നിറച്ചങ്ങനെ പോവാറില്ല. നമുക്ക് ശാസ്താവ് ഉള്ളത് കൊണ്ട് തന്നെ കർപ്പൂരപ്രിയൻ്റെ മുമ്പിൽ ദേ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിച്ചു. ഇനി അടുത്ത തവണ വരുമ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.